നിങ്ങളുടെ സമയങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് ഈ ലോകത്ത്, ഈ സമൂഹത്തിന്, ഈ സൊസൈറ്റിയിൽ ഒരുപാട് വഴികളുണ്ട്. നീ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നീ സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നീ മൂവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നീ കാണുന്നതിലൂടെ ആരോ ഒരാൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. ആരിൻ്റെയോ ഒരാളുടെ പോക്കറ്റിലേക്ക് ക്യാഷ് പോകുന്നു. പക്ഷേ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കാലം പോകുന്തോറും സമയം പോയിക്കൊണ്ടിരിക്കുന്നു. നീ പണം നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് പിന്നീട് സമ്പാദിക്കാം, പണം ഇല്ലെങ്കിൽ കൂടി പിന്നീട് സമ്പാദിക്കാം. പക്ഷേ ടൈം, നേരം നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. നമ്മളുടെ ഏറ്റവും വലിയ തെറ്റ് നമ്മൾക്ക് ഒരുപാട് ടൈം ഉണ്ട് എന്ന് ചിന്തിക്കുന്നതാണ്. നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യൂ, നിങ്ങളുടെ ഹോൾ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ 29,200 രൂപ മാത്രമേ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എത്ര ശ്രദ്ധിച്ചാണ് ചിലവ് ചെയ്യുക? നിങ്ങൾക്ക് ഈ കാര്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായി തോന്നാം, പക്ഷേ ഉറപ്പായും നമ്മളുടെ റിയൽ ലൈഫിൽ 29,200 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പണമല്ല, അതിനെങ്ങാട്ടി ഇമ്പോർട്ടൻ്റ് ആയ ടൈം. ഒരു മനുഷ്യൻ മാക്സിമം 80 വർഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 29,200 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വെറും ഇത്രയും ദിവസങ്ങളിലാണ് ഹെൽത്ത്, സ്കൂൾ, എഡ്യൂക്കേഷൻ, റിലേഷൻഷിപ്പ്, ഗോൾസ് എല്ലാത്തിനെയും അച്ചീവ് ചെയ്യാനുള്ളത്. പക്ഷേ ഒരു ഷോക്കിംഗ് ആയ കാര്യം ഞാൻ പറയട്ടെ. ഒരു സർവേ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സോഷ്യൽ നെറ്റ്വർക്കിംഗ്, TV ഷോസ്, നമ്മളുടെ കാര്യങ്ങൾ പിന്നീടിലേക്ക് മാറ്റിവെക്കുക, മറ്റുള്ളവരിനെ പറ്റി കുറ്റം പറയുക, ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിനെല്ലാമായി നമ്മൾ 40% ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. സോ ഇത്ര യൂസ്ലെസ് ആയിട്ടുള്ള ടൈമുകൾ നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് എത്ര നന്നായിരിക്കും നമ്മളുടെ ലൈഫിൽ. സക്സസ്ഫുൾ പീപ്പിൾക്കും അൺസക്സസ്ഫുൾ പീപ്പിൾക്കും ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവർക്കറിയാം അവരുടെ ടൈം, മണി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ അൺസക്സസ്ഫുൾ പീപ്പിൾക്ക് അതാണ് അറിയാത്തത്. മണി ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് ഏകദേശം ആൾക്കാർക്ക് അറിയാം, പക്ഷെ ടൈം ഇൻവെസ്റ്റിംഗ് എന്നാൽ എന്താ? നമ്മൾക്ക് എന്താണ് എന്ന് നോക്കാം. ഹുസൈൻ ബോൾട്ട് 100 മീറ്റർ സ്പ്രിന്റ് ചാമ്പ്യൻ. ലാസ്റ്റ് 3 ഒളിമ്പിക്സിൽ അദ്ദേഹം 115 മീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയത് $119 മില്യൺ, ഓൾമോസ്റ്റ് ഒരു സെക്കൻഡിന് $1 മില്യൺ എന്ന കണക്കിൽ. ഈ 115 സെക്കൻഡ് ഓടാനായിട്ട് അദ്ദേഹം 20 വർഷം ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഈ 20 വർഷം ചെയ്ത ട്രെയിനിങ് ആണ് അദ്ദേഹത്തിൻ്റെ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. പിക്കാസോ, ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരൻ. അദ്ദേഹം ഒരു ദിവസം ഹോട്ടലിലിരിക്കുന്ന സമയത്ത് ഒരു ലേഡി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ചിത്രം വരയ്ക്കണമെന്ന് ഷാർട്ട് പിടിച്ചു. പിക്കാസോ അടുത്തുള്ളൊരു പേപ്പർ എടുത്തിട്ട് 2 മിനിറ്റിനുള്ളിൽ ആ ലേഡിയുടെ സ്കെച്ച് വരച്ചു. എന്നിട്ട് ആ സ്കെച്ച് ലേഡിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്കെച്ചിൻ്റെ വില $1 മില്യൺ എന്ന്. ഇത് കേട്ടതും ആ ലേഡി ഷോക്കിംഗ് ആയി. അതിനുശേഷം ലേഡി വേഗം മാർക്കറ്റിലേക്ക് പോയി ഈ സ്കെച്ചിൻ്റെ വില അന്വേഷിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഈ സ്കെച്ചിന് $1 മില്യൺ വരുമെന്ന് പറഞ്ഞു. ആ ലേഡി അത്ഭുതത്തോടെ വേഗം പിക്കാസോന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ 2 മിനിറ്റ് കൊണ്ട് ഇത്രയും വിലപിടിപ്പുള്ള സ്കെച്ച് വരച്ചതെന്ന്. അപ്പോൾ പിക്കാസോ പറഞ്ഞത്, ഞാൻ ഈ 2 മിനിറ്റിന്റെ ടൈമിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലെ 30 വർഷമാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇതാണ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് പ്രസന്റിൽ നിങ്ങൾ എങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിന് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ പുതിയ പുതിയ കാര്യങ്ങൾക്കായിട്ടും നോളേജിനായിട്ടും ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ പുതിയ പുതിയ സ്കിൽസ് എല്ലാം ലേൺ ചെയ്യുക. നിങ്ങളിപ്പോൾ കറക്റ്റായി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിൽ അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിട്ട് തിരിച്ചു കിട്ടും. നിങ്ങളിപ്പോൾ ടൈം വേസ്റ്റ് ചെയ്തു പറഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ നിങ്ങൾ ടൈമെ റെസ്പെക്റ്റ് ചെയ്തു പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ടൈം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾക്കൊരു വർഷത്തിൻ്റെ വാല്യൂ അറിയണോ? ഫെയിലായിട്ട് വീട്ടിലിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയി ചോദിക്കൂ. ഒരു മാസത്തിൻ്റെ വാല്യൂ അറിയണോ? പ്രസവിച്ച അമ്മയോട് പോയി ചോദിക്കൂ ആ അവസാന മാസത്തിൻ്റെ വേദനകൾ. ഒരു മിനിറ്റിൻ്റെ വാല്യൂ അറിയണോ? ലാസ്റ്റ് മിനിറ്റിൽ ബസ്സോ ട്രെയിനോ ഫ്ലൈറ്റോ മിസ് ചെയ്തവരുടെ അടുത്ത് പോയി ചോദിക്കൂ. ഒരു സെക്കൻഡിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയണോ? ആക്സിഡൻ്റ് ആയിട്ട് രക്ഷപ്പെട്ട ഒരാളോട് പോയി ചോദിക്കൂ. ഒരു മില്ലി സെക്കൻഡിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഒളിമ്പിക്സിലെ സെക്കൻഡ് വന്ന ഒരാളോട് ചോദിച്ചു നോക്കൂ. ഒരു നൂൽ വേഗത്തിൻ്റെ സ്പീഡിൽ ഗോൾഡ് നഷ്ടപ്പെട്ട അവൻ പറയും ഒരു മില്ലി സെക്കൻഡിൻ്റെ വാല്യൂ. ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരിനെ മാത്രമേ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവർ കറക്റ്റായി ടൈം ഇൻവെസ്റ്റ് ചെയ്തവരാണ്.
അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു. ടൈം നമ്മൾക്ക് ഫ്രീ ആയി കിട്ടുന്നതാണ്. അത് ഒരു വട്ടം നമ്മളുടെ കൈവിട്ട് പോയാൽ നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. എത്ര കോടികൾ കൊടുത്താൽ പോലും നമ്മൾക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാഷൻ ആൻഡ് ഗോൾസ് എന്താണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക. അത് അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മളുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യും.